മൊത്തത്തിൽ പടം നല്ല പടം, അല്ല നമുക്ക് കണ്ടിരിക്കാനും എല്ലാം കൊണ്ടും നല്ല അഭിനയവും, എല്ലാവരും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് സമൂഹത്തിൽ നടക്കുന്ന കഥകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സിനിമ. സൂപ്പർ. നല്ല സിനിമയാണ്, അടിപൊളി സിനിമയാണ്. യാതൊരു ലാഗുമില്ലാതെ നമുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടിരിക്കാം. സൂപ്പറായിട്ടുള്ള സിനിമയാണ്. നല്ല തിരക്കഥ, കഥ, പിന്നെ സുരേഷ് ഗോപിയുടെയും പിന്നെ അനുപമയുടെ എനിക്കൊന്ന് മലയാളത്തിൽ പുള്ളിക്കാരിയുടെ ഏറ്റവും നല്ല ഫിലിമാണെന്ന് പറയും. കാരണം ബാക്കി മലയാളത്തിൽ മുമ്പ് അഭിനയിച്ചിട്ടുള്ളതിന് ചെറിയ കുറച്ച് സമയത്തേക്കുള്ള കഥാപാത്രങ്ങൾ അവർ ചെയ്തിട്ടുള്ളൂ, ഒരു ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. യാതൊരു ലാഗുമില്ല, നമുക്ക് ധൈര്യമായിട്ട് വന്ന് കാണാം. നല്ലൊരു കോർട്ട് റൂം ഡ്രാമയെന്നോ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ല മൂവിയാണ്, അടിപൊളി. ഒരു കാര്യവുമില്ല, കാരണം ഒരു മനുഷ്യൻ്റെ പേരിൽ എന്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കണം. കാരണം നമുക്ക് ഇഷ്ടമുള്ള പേരിടാം, ദൈവങ്ങളുടെ പേരിടാം, എന്ത് വേണം ഇടാം. ഈ ദൈവങ്ങളുടെ പേരുള്ള എത്രയോ ക്രിമിനൽസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ദൈവങ്ങളുടെ പേരാണ് ഉള്ളതുകൊണ്ട് അവർ ക്രൈം ആക്ടിവിറ്റീസിലൊന്നും ഉൾപ്പെടാതെയൊന്നുമില്ല. പക്ഷേ അത് അനാവശ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു വിവാദമാണ്, എന്തോ വാശിപ്പുറത്തുണ്ടാക്കിയതാ. യാതൊരു വിവാദം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല, ഒരു പേരിൽ ഒരു കാര്യമില്ല. പിന്നെ യാദൃശ്ചികമായിട്ട് ഇന്ന് രാമായണ മാസം തുടങ്ങിയാണ്. രാമനും സീതയൊക്കെ നമ്മൾ ഓർമ്മിക്കുന്ന ഈ ദിവസം തന്നെ ജാനകി എന്നുള്ള സിനിമ യാദൃച്ഛികമായിട്ട് ഡേറ്റ് മാറ്റി ഇന്ന് തന്നെ ഇറങ്ങി. പിന്നെ നമ്മുടെ രാമായണത്തിലായാലും സീതയ്ക്ക് ഒരു സംശയത്തിൻ്റെ ഇതിൽ സീതയെ രാമൻ പുറന്നള്ളുന്നുണ്ട്. ഇതേപോലെ അങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇതിൽ ഒരു കഥയിലോട്ടൊന്നും പോകുന്നില്ല. നല്ലൊരു മൂവിയാണ്, വളരെ നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മൂവിയാണ്. നല്ല സിനിമയാണ്. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. എല്ലാവരും കാണണം. ബിക്കോസ് നമ്മുടെ നാട്ടിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനത്തെ ഒരു ലോ ഉണ്ട്. ദിസ് ഓൾസോ ക്യാൻ ബി ഡൺ ഇഫ് ദിസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഹാപ്പൻസ് എന്നുള്ളതിന് പറ്റിയൊരു മൂവിയാണ്. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ സിനിമയാണ്. നല്ലൊരു ത്രില്ലർ മൂവി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇത് കാണാം. എന്നുവെച്ചാൽ നമുക്ക് ഒരു സസ്പെൻസ് കൊണ്ടുപോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരുന്നാലും നമുക്ക് മനസ്സിലാവില്ല ഇത് എവിടെയാണ് ഈ സ്റ്റോറി പോകുന്നത്, ആരാണ് ഇതിൽ മെയിൻ വില്ലനായിട്ട് വരുന്നതെന്നുള്ള നല്ലൊരു മൂവി, ഒരു വീക്കെൻഡ് വാച്ചിന് പറ്റിയ ഒരു സിനിമയാണ്. സിനിമ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മളൊരു കോർട്ട് റൂം സിനിമയാണ് നമ്മൾ പ്രതീക്ഷ വന്നത്. നേരെ പോലെയൊക്കെ പ്രതീക്ഷ ആ ഒരു റേഞ്ചോ കാര്യങ്ങളോ ഒന്നും അല്ലെന്നല്ല, എന്നിരുന്നാൽ പോലും ഒരു ആവറേജ് ആയിട്ട് സിനിമയ്ക്കുള്ളൂ. പക്ഷേ സുരേഷ് ഗോപി ആയതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, പാർട്ടിക്കെതിരായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിച്ചത് കൊണ്ട് അവരെ പാർട്ടിയെ പൊക്കാൻ വേണ്ടി പറയുന്നവർ അതിന് വേണ്ടി സിനിമ എടുത്തതാണോ എന്ന് തോന്നിപ്പോയി ക്ലൈമാക്സ് കണ്ടപ്പോൾ. അല്ലാതെ വേറെ ആരെങ്കിലൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇങ്ങനൊരു സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് സുരേഷ് ഗോപി പറയുമ്പം ആ ഒരു രീതിയിൽ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. സിനിമ വൈസ് നോക്കുമ്പോൾ ഒരു ആവറേജേ ഉള്ളൂ, ഭയങ്കരമായിട്ട് പറയാനില്ല. ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്, സെക്കൻഡ് ഹാഫ് ഒരു അവിയൽ പരുവൊക്കെ ആക്കി നശിപ്പിച്ച് അവിടെ എവിടെയും കൊണ്ട് നിർത്തി. അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ ഒരു ആവറേജേ ഉള്ളണ, വലിയ ഒരു ഇതില്ല. ചില സമയം ബോറടിക്കുന്നു. പടത്തിൽ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. പടം ആവറേജ്. പെർഫോമൻസ് ഉണ്ട്, എന്നാലും വലിയ ഒരു ഇതായിട്ടില്ല.